പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ അധ്യാപകരാണ്. നമ്മുടെ ക്ലാസ് മുറിയിലെ മക്കളെ ഏറ്റവും മിടുക്കരാക്കാൻ അതിയായി ആഗ്രഹിക്കുന്നവരും അതിനായി പരിശ്രമിക്കുന്നവരുമാണ്. പക്ഷേ പലപ്പോഴും നമ്മൾ കരുതിയതല്ല ക്ലാസ് മുറിയിൽ സംഭവിക്കുന്നത്. പഠിക്കാൻ വല്ലാതെ സ്ട്രഗിൾ ചെയ്യുന്ന ഒരു പറ്റം മക്കൾ. ചിലർ വളരെ ഉഷാറാണ്, നമ്മൾ പഠിപ്പിച്ചു കൊടുത്താൽ തന്നെ അവർ വളരെ മനോഹരമായിട്ട് പഠിക്കുന്നു. മറ്റു ചില കുട്ടികൾ പഠനത്തിൽ വല്ലാതെ പിന്നോട്ടാണ്. വീട്ടിൽ നിന്നുള്ള ശ്രദ്ധയുടെ വിഷയം വളരെ ഗൗരവമാണ്. പേരൻസ് ശ്രദ്ധിക്കുന്നവരുണ്ട്, ഓവറായിട്ട് ശ്രദ്ധിച്ച് നമ്മളെ വളരെയധികം പ്രയാസപ്പെടുത്തുന്ന പേരൻസും ഉണ്ട്. അവരോടൊക്കെ ഡീല് ചെയ്യുന്നത് ചിലപ്പോഴൊക്കെ നമുക്ക് വല്ലാത്ത ടെൻഷനും സംഭവിക്കാറുണ്ട്. നമ്മളൊക്കെ അനുഭവിക്കുന്ന വിഷയങ്ങളാണ് പറയുന്നത്. പുറത്തുനിന്നുള്ള മറ്റാളെക്കുറിച്ചുള്ള ചർച്ചകളൊന്നുമല്ല, നമ്മളെക്കുറിച്ചുള്ള ക്ലാസ് മുറിയിൽ ഞാനും എൻ്റെ മുന്നിലുള്ള 10-35 കുട്ടികളെ കുറിച്ചുള്ള സംസാരമാണ് നമ്മൾ പറയുന്നത്. പഠിച്ചു വരാൻ പറഞ്ഞാൽ പഠിച്ചു വരുന്നവരുണ്ട്, പഠിക്കാത്തവരുണ്ട്. നമ്മൾ ഒരുപാട് നേരം അവർക്ക് പിന്നിൽ നടന്നിട്ടും മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തുനിന്നും പരീക്ഷയൊക്കെ കഴിയുമ്പോഴൊക്കെ വല്ലാതെ നമ്മൾ പ്രയാസപ്പെടുന്ന ഘട്ടങ്ങൾ ഉണ്ടാവാറുണ്ട്. വ്യക്തമായ ക്ലാസ് റൂം മാനേജ്മെൻറ്റ് ഉണ്ടെങ്കിൽ ഒരു പരിധി വരെ ഇത്തരം പ്രശ്നങ്ങളെ നമുക്ക് മനസ്സിലാക്കാനും ഡീല് ചെയ്യാനും പറ്റുമെന്നുള്ളത് കോൺഫിഡൻസ് ഉള്ള കാര്യമാണ്. പോരാത്തതിന് പഠിക്കാത്ത മക്കളെ തന്നെ എടുത്തു നോക്ക്. അവിടെ ലേണിംഗ് ഡിസബിലിറ്റി, ലേണിംഗ് ഡിഫിക്കൽറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് വിശാലമായ ഏരിയകളും ചർച്ചകളും ഉണ്ട്. നമ്മൾ ലേണിംഗ് ഡിഫിക്കൽറ്റി, ലേണിംഗ് ഡിസബിലിറ്റി പ്രിയപ്പെട്ട ടീച്ചറോട് വളരെ വിനയത്തോട് ചോദിക്കുകയാണ്. ലേണിംഗ് ഡിസബിലിറ്റി ഉള്ള ഒരു കുട്ടി നിങ്ങളുടെ ക്ലാസ്സിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ കണ്ടെത്താൻ കഴിയും? എന്താണ് ആ കുട്ടിക്ക് നിങ്ങൾ കൊടുക്കുന്ന റെമഡിയൽ? വളരെ സങ്കടത്തോടെ പറയട്ടെ, ബേസാണ് ചെറിയ ക്ലാസ്സുകൾ എന്ന് പറയുന്നത്. പ്രൈമറി, LKG, UKG ക്ലാസ്സുകളിലൊക്കെ നമ്മൾ എന്താണോ പഠിപ്പിക്കുന്നത്, എവിടെയാണോ നമുക്ക് ഫാൾട്ട് പറ്റുന്നത്, അതൊക്കെ ഭാവിയിൽ കുട്ടിയുടെ ജീവിതത്തിൽ കാണാൻ പറ്റും. ആദ്യമേ കണ്ടെത്തി പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ശ്രമിച്ചാൽ ഒരുപാട് മാറ്റങ്ങൾ നമുക്ക് വരുത്താൻ പറ്റും. അപ്പോൾ ക്ലാസ് റൂമിൽ പഠിക്കാത്ത കുട്ടി പഠിക്കാതിരിക്കുന്നത് ഇതിനോട് താല്പര്യമില്ലാത്തതുകൊണ്ടോ എന്താണെന്ന് മനസ്സിലാവാത്തതുകൊണ്ടോ എന്നുകൊണ്ട് മാത്രമാവണമെന്നില്ല. ന്യൂറോൺ പ്രശ്നങ്ങൾ, സൈക്കോളജിക്കൽ പ്രോബ്ലംസ്, അങ്ങനെ ഒരുപാട് റിലേറ്റഡ് ആകുന്ന പ്രശ്നങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ഇതൊക്കെ ബേസിക്കലി നമ്മൾ BEd മറ്റ് TTC കോഴ്സുകളൊക്കെ പഠിച്ചിട്ടുണ്ട്, തിയറികൾ. പക്ഷെ അതൊരു പ്രാക്ടിക്കൽ ലൈഫിലേക്ക് വരുമ്പോൾ, ഒരു കൂട്ടമായിട്ടുള്ള ചർച്ചകളും സംവാദങ്ങളും ഒരു ഒച്ചപ്പാടൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് കൂടുതൽ വ്യക്തമായി മനസ്സിലാക്കാൻ പറ്റും. അതിനുള്ള മനോഹരമായ ഒരു അവസരമാണ് നമ്മളിലൂടെ നിങ്ങൾക്ക് തുറക്കപ്പെടുന്നത്. തീർച്ചയായും ആത്മാർത്ഥമായിട്ട് പറയട്ടെ, ഈ ഒരു പ്രോഗ്രാം കഴിയലോടുകൂടി നിങ്ങളിൽ നല്ലൊരു മാറ്റം ഉണ്ടാക്കാൻ കഴിയുമെന്ന് ഉറച്ച് ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് ജോയിൻ ചെയ്യാം, നമുക്ക് കാണാം. താഴെയുള്ള വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാം. QR കോഡ് ഉണ്ട്, അതിലൂടെയും നിങ്ങൾക്ക് ബന്ധപ്പെടാം. തീർച്ചയായും നിങ്ങളുടെ മക്കൾക്ക് നൽകാവുന്ന ഏറ്റവും മികച്ച സമ്മാനമായിരിക്കും ഇത്. ഒപ്പം അവരുടെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാത്ത നല്ലൊരു അധ്യാപകനാവാനും നിങ്ങൾക്ക് ഇതുകൊണ്ട് കഴിയും. ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. നമുക്ക് കാണാം. ഓൾ ദ ബെസ്റ്റ്.